1 മക്കബയർ 15 അധ്യായം 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ദമേത്രിയൂസ് രാജാവ് പുത്രനായ അന്തിയോക്കസ് പുരോഹിതനും യഹൂദരുടെ അധിപനുമായ ശിമയോനും യഹൂദ ജനത്തിനുമായി സമുദ്രദ്വീപുകളിൽ നിന്ന് ഒരു കത്തയച്ചു. അതിൻ്റെ ഉള്ളടക്കം ഇതാണ്: പ്രധാന പുരോഹിതനും അധിപനുമായ ശിമയോനും യഹൂദ ജനത്തിനും അന്തിയോക്കസ് രാജാവിൻ്റെ അഭിവാദനം. ചില രാജദ്രോഹികൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ രാജ്യം പിടിച്ചടക്കിയിരുന്നു. അതിന്മേലുള്ള എൻ്റെ അവകാശം സ്ഥാപിച്ച് രാജ്യം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അതിനുവേണ്ടി ഞാൻ വലിയൊരു കൂലിപ്പട്ടാളം ശേഖരിക്കുകയും പടക്കോപ്പുകൾ സജ്ജമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യം നശിപ്പിക്കുകയും അതിലെ പല നഗരങ്ങളും ശൂന്യമാക്കുകയും ചെയ്ത അവർക്കെതിരെ പൊരുതുന്നതിന് എൻ്റെ രാജ്യത്ത് എത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മുൻപുള്ള രാജാക്കന്മാർ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ നികുതിയുള്ളവും ഞാൻ സ്ഥിരീകരിക്കുന്നു. അവർ നിങ്ങളെ ഒഴിവാക്കിയിരുന്ന മറ്റെല്ലാ കടങ്ങളിലും നിന്ന് ഞാനും നിങ്ങളെ ഒഴിവാക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ട പണം സ്വന്തം കമ്മട്ടത്തിൽ അടിച്ചിറക്കാൻ ഞാൻ അനുവദിക്കുന്നു. ജെറുസലേമിനും വിശുദ്ധ സ്ഥലത്തിനും ഞാൻ സ്വാതന്ത്ര്യം തരുന്നു. നിങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള ആയുധങ്ങളും നിങ്ങൾ പണിതീർത്ത് കൈവശം വച്ചിട്ടുള്ള കോട്ടകളും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. രാജഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുത്തുവിടേണ്ട കടങ്ങളും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അത്തരം കടങ്ങളും ഇതിനാൽ എന്നേക്കുമായി ഒഴിവാക്കുന്നു. ഞങ്ങൾ രാജ്യത്തിൻ്റെ നിയന്ത്രണം വീണ്ടെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മഹത്വം ഭൂമിയിലെങ്ങും വെളിപ്പെടേണ്ടതിന് നിൻ്റെയും നിൻ്റെ ജനത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും മേൽ ഞങ്ങൾ വലിയ ബഹുമതികൾ ചൊരിയും. 174 ആണ്ടിൽ അന്തിയോക്കസ് തൻ്റെ പിതാക്കന്മാരുടെ ദേശത്ത് എത്തി അതിനെ ആക്രമിച്ചു. സേനകൾ അവനോട് ചേർന്നു. വളരെ കുറച്ചു പേർ മാത്രമേ ട്രീഫായോടത്ത് നിന്നുള്ളൂ. അന്തിയോക്കസ് അവനെ പിന്തുടർന്നു. അവൻ പലായനം ചെയ്തു സമുദ്രതീരത്തുള്ള ദോറിലെത്തി. സൈന്യം കൂറുമാറിയെന്നും തനിക്ക് വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്നും അവൻ അറിഞ്ഞിരുന്നു. അന്തിയോക്കസ് ഥോറിനെതിരെ പാളയമടിച്ചു. അവനോടൊപ്പം 120,000 യോദ്ധാക്കളും 8,000 കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. അവൻ നഗരം വളഞ്ഞു. കടലിൽ നിന്ന് കപ്പലുകളും യുദ്ധത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ കരയിലും കടലിലും നിന്ന് അവൻ നഗരത്തിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തി. അകത്ത് കടക്കാനോ പുറത്തു പോകാനോ ആരെയും അനുവദിച്ചില്ല. രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കുമായുള്ള കത്തുകളുമായി നുമേനിയോസും സംഘവും റോമായിലെത്തി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ടോളമി രാജാവിന് റോമ സ്ഥാനപതിയായ ലൂസിയൂസിൻ്റെ അഭിവാദനം. ഞങ്ങളുടെ സുഹൃത്തുക്കളും സംഖ്യാക്ഷികളുമായ യഹൂദ ദൂതന്മാർ ഞങ്ങളുടെ പൂർവ്വ സൗഹൃദവും സംഖ്യവും നവീകരിക്കാൻ വന്നിരുന്നു. പ്രധാന പുരോഹിതനായ ശിമയോനും യഹൂദജനവുമാണ് അവരെ അയച്ചത്. 1000 മീന തൂക്കമുള്ള ഒരു സുവർണ പരിച അവർ കൊണ്ടുവന്നു. അവരെ ഉപദ്രവിക്കുകയോ അവർക്കും അവരുടെ നഗരങ്ങൾക്കും രാജ്യത്തിനുമെതിരെ യുദ്ധം ചെയ്യുകയോ അവരോട് യുദ്ധം ചെയ്യുന്നവരുമായി സംഖ്യമുണ്ടാവുകയോ അരുതെന്ന് രാജാക്കന്മാർക്കും രാജ്യങ്ങൾക്കും എഴുതാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. അവരിൽ നിന്ന് സ്വർണ്ണപരിച സ്വീകരിക്കുക ഉചിതമെന്ന് ഞങ്ങൾക്ക് തോന്നി. ആകയാൽ ഏതെങ്കിലും രാജദ്രോഹികൾ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പ്രധാന പുരോഹിതനായി ശിമയോനും കൈമാറുക. അവൻ യഹൂദ നിയമപ്രകാരം അവരെ ശിക്ഷിക്കട്ടെ. ഇതേ വിവരങ്ങൾ തന്നെ ദമേത്രിയൂസ് രാജാവിനും അഥാലിയൂസിനും അരിയാറാത്തിനും അർസാഖിസിനും സ്ഥാനപതി എഴുതി. സപ്സാമെസ്, സ്പർദ്ധ, ദെലാസ്, മിൻഡോസ്, സിസിയോൻ, കാരിയ, സാമോസ്, പംഫിലിയ, ലിസിയ, ഹരികർനാസൂസ്, റോദേസ്, ഫസിലിസ്, കോസ്, സീദെ, അരാദോസ്, ഗോർഥീന, സ്തനീദൂസ്, സൈപ്രസ്, കിറേനെ തുടങ്ങി എല്ലാ രാജ്യങ്ങൾക്കും ഈ സന്ദേശം അയച്ചു. ഇതിൻ്റെ ഒരു പകർപ്പ് പ്രധാന പുരോഹിതനായ ശിമയോനും അയച്ചു കൊടുത്തു. അന്തിയോക്കസ് രാജാവ് സൈന്യവും യുദ്ധ ഉപകരണങ്ങളുമായി വീണ്ടും ദോറിനെ ആക്രമിച്ചു. പുറത്ത് പോകാനോ അകത്ത് കടക്കാനോ കഴിയാത്ത വിധം ട്രീഫായെ അതിനുള്ളിലാക്കി. സ്വർണം,
വെള്ളി, ധാരാളം യുദ്ധോപകരണങ്ങൾ എന്നിവയുമായി സമർത്ഥരായ 2000 യോദ്ധാക്കളെ ശിമെയോൻ അന്ത്യോക്കോസിന്റെ അടുത്തേക്ക് അയച്ചു. അവരെ സ്വീകരിക്കാൻ അവൻ വിസമ്മതിച്ചു. ശിമെയോനുമായി മുൻപുണ്ടായിരുന്ന കരാറുകളെല്ലാം അവൻ തള്ളിക്കളയുകയും അവനുമായി പിണങ്ങുകയും ചെയ്തു. അന്ത്യോക്കസ് തൻ്റെ മിത്രമായ അത്താനോബിയോസിനെ ഈ സന്ദേശവുമായി അയച്ചു. ജോപ്പായും ഗസറായും ജെറുസലേം കോട്ടയും നിന്റെ നേതൃത്വത്തിലാണ്. അവ എൻ്റെ രാജ്യത്തെ നഗരങ്ങളാണ്. നീ ആ പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ദേശത്തിന് വലിയ നാശങ്ങൾ വരുത്തുകയും എൻ്റെ രാജ്യത്തെ പല സ്ഥലങ്ങളും കൈയടക്കുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ പിടിച്ചടക്കിയ നഗരങ്ങൾ വിട്ടുതരികയും യൂദയയുടെ അതിർത്തികൾ പുറത്തുനിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങൾക്കുള്ള കപ്പം തരികയും ചെയ്യുക. അല്ലെങ്കിൽ അവയ്ക്ക് പകരം 500 താലന്ത് വെള്ളിയും നീ വരുത്തിയ നഷ്ടങ്ങൾക്ക് പകരമായും നഗരങ്ങൾക്കുള്ള കപ്പമായും വേറെ 500 താലന്ത് കൂടി നൽകുക. അല്ലെങ്കിൽ ഞങ്ങൾ വന്ന് നിന്നെ കീഴടക്കും. രാജമിത്രമായ അത്തനോബിയോസ് ജെറുസലേമിലെത്തി. ശിമെയോന്റെ പ്രതാപവും ഭക്ഷണമേശയ്ക്കെതിരെയുള്ള തട്ടുതട്ടായി അടുക്കി വെച്ചിരുന്ന സ്വർണ്ണ വെള്ളി പാത്രങ്ങളും അവൻ്റെ സമ്പൽ സമൃദ്ധിയും കണ്ട് അവൻ വിസ്മയഭരിതനായി. അവൻ രാജ്യസന്ദേശം ശിമെയോനെ അറിയിച്ചു. ശിമെയോൻ ഇങ്ങനെ മറുപടി നൽകി: ശത്രുക്കൾ ഒരു കാലത്ത് അന്യായമായി പിടിച്ചെടുത്ത ഞങ്ങളുടെ പിതൃസ്വത്തല്ലാതെ അന്യദേശമോ വസ്തുവകളോ ഞങ്ങൾ കൈവശപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കെ പിതാക്കന്മാരുടെ അവകാശം ഞങ്ങൾ മുറുകെ പിടിക്കുകയാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ജോപ്പായും ഗസറായും ഞങ്ങളുടെ ജനത്തിനും ദേശത്തിനും വലിയ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവയ്ക്ക് 100 താലന്ത് ഞങ്ങൾ തന്നുകൊള്ളാം. അത്തനോബിയോസ് ഒന്നും മറുപടി പറഞ്ഞില്ല. അവൻ ക്രോധത്തോടെ മടങ്ങി രാജസന്നിധിയിലെത്തി ഈ സന്ദേശവും ശിമെയോന്റെ പ്രതാപവും താൻ കണ്ട എല്ലാ കാര്യങ്ങളും രാജാവിനെ അറിയിച്ചു. രാജാവ് അത്യധികം കുപിതനായി. ട്രീഫോ ഒരു കപ്പലിൽ കയറി ഓർത്തോസസിലേക്ക് രക്ഷപ്പെട്ടു. രാജാവ് സെദ്നബേയോസിനെ തീരപ്രദേശങ്ങളുടെ സൈന്യാധിപനാക്കുകയും അവന് ഭടന്മാരെയും കുതിരപ്പടയാളികളെയും നൽകുകയും ചെയ്തു. യൂദായ്ക്കെതിരെ പാളയമടിക്കാനും കെദ്രോൺ പുനരുദ്ധരിച്ച് കവാടങ്ങൾ സുശക്തമാക്കാനും ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനും രാജാവ് അവന് കൽപ്പന നൽകി. രാജാവ് ട്രീഫയെ അനുധാവനം ചെയ്തു. സെന്തേപെയൂസ് യാമ്നിയയിലെത്തി. ജനത്തെ പ്രകോപിക്കാനും യൂദയ കൈമാറി ആളുകളെ തടവുകാരായി പിടിച്ച് കൊല്ലാനും തുടങ്ങി. രാജകൽപ്പന അനുസരിച്ച് കെദ്രോൺ പുതുക്കി പണിയുകയും അവിടെ യൂദയായിലെ രാജവീഥികൾ കാക്കുന്നതിന് കുതിരപ്പടയാളികളെയും ഭടന്മാരെയും നിർത്തുകയും ചെയ്തു. 1 മക്കബയർ 16-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ ഗസ്രായിൽ നിന്ന് തൻ്റെ പിതാവ് ശിമെയോന്റെ അടുക്കിലെത്തി സെന്തേപെയൂസ് പ്രവർത്തിച്ചതൊക്കെയും അറിയിച്ചു. ശിമെയോൻ തൻ്റെ മൂത്ത പുത്രന്മാരായ യൂദാസിനെയും യോഹന്നാനെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ ചെറുപ്പം മുതൽ ഈ ദിവസം വരെ ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്തു. ഞങ്ങളുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയും ഞങ്ങൾ പലപ്പോഴും ഇസ്രായേലിന് മോചനം നേടിക്കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് വയസ്സായി. ദൈവകൃപയാൽ നിങ്ങൾക്ക് പ്രായപൂർത്തി വന്നിരിക്കുന്നു. അതിനാൽ എൻ്റെയും എൻ്റെ സഹോദരന്മാരുടെയും സ്ഥാനം ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പൊരുതുക. സ്വർഗത്തു നിന്നുള്ള സഹായം നിങ്ങൾക്കുണ്ടാവട്ടെ. യോഹന്നാൻ രാജ്യത്ത് നിന്ന് 20,000 യോദ്ധാക്കളെയും കുതിരപ്പടയാളികളെയും തിരഞ്ഞെടുത്ത് സെന്തേപെയൂസിനെതിരെ മുന്നേറി രാത്രി മൊദെയനിൽ പാളയമടിച്ചു. അവർ അതിരാവിലെ എഴുന്നേറ്റ് സമതലത്തിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഭടന്മാരും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യം തങ്ങൾക്കെതിരെ വരുന്നത് കണ്ടു. ഇരുവർക്കുമിടയിൽ ഒരു ഉറവി ഒഴുകിയിരുന്നു. അവനും സൈന്യവും ശത്രുവിനെതിരെ അണിനിരന്നു. അരുവി കടക്കാൻ ഭടന്മാർ ഭയപ്പെടുന്നത് കണ്ട് അവൻ ആദ്യം അത് കടന്നു. അത് കണ്ട് പിന്നാലെ അവരും അരുവി കടന്നു. തൻ്റെ സേനയെ വിഭജിച്ച് കുതിരപ്പടയാളികളെ അവൻ കാലാൾപ്പടയ്ക്ക് മധ്യം നിർത്തി. കാരണം ശത്രുവിൻ്റെ കുതിരപ്പടയാളികൾ അസംഖ്യമായിരുന്നു. അവർ കാഹളം മുഴക്കി സെന്തേപെയൂസും സൈന്യവും പലായനം ചെയ്തു. അവരിൽ പലരും മുറിവേറ്റ് വീണു. അവശേഷിച്ചവർ കോട്ടയ്ക്കുള്ളിൽ അഭയം പ്രാപിച്ചു. യോഹന്നാന്റെ സഹോദരൻ യൂദാസിന് മുറിവേറ്റു. എന്നാൽ യോഹന്നാൻ സെന്തേപെയൂസിനെ അവൻ പണി കഴിപ്പിച്ച കെദ്രോൺ കോട്ട വരെ പിന്തുടർന്നു. അസോത്തോസ് വയലുകളിലെ ഗോപുരങ്ങളിലും
അവർ അഭയം പ്രാപിച്ചു. യോഹന്നാൻ അത് അഗ്നിക്കിരയാക്കി. ഏകദേശം 2000 പേർ മരിച്ചു വീണു. യോഹന്നാൻ സുരക്ഷിതനായി യൂദയായിലേക്ക് മടങ്ങി. അബൂബൂസിന്റെ മകൻ ടോളമി ജെറീക്കോ സമതലത്തിന്റെ അധിപനായി നിയമിക്കപ്പെട്ടു. അവന് ധാരാളം സ്വർണവും വെള്ളിയും ഉണ്ടായിരുന്നു. പ്രധാന പുരോഹിതൻ ജാമാതാവായിരുന്നു അവൻ. അഹങ്കാരം പൂണ്ട് രാജ്യം കൈയടക്കാൻ അവൻ തീരുമാനിച്ചു. ശിമയോനും പുത്രന്മാരും നശിപ്പിക്കാൻ അവൻ ദുരാലോചന നടത്തി. അപ്പോൾ ശിമയോൻ രാജ്യത്തെ നഗരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ആവശ്യങ്ങളിൽ ശ്രദ്ധ പതിച്ചുകൊണ്ടിരുന്നു. 177 ആണ്ട് 11 മാസമായ ഷേഫാത്തിൽ അവൻ പുത്രന്മാരായ മത്താത്തിയാസും യൂദാസുമൊത്ത് ജെറീക്കോയിലേക്ക് പോയി. അബൂബൂസിന്റെ പുത്രൻ താൻ നിർമ്മിച്ച ദോദക്ക് എന്ന ചെറിയ കോട്ടയിൽ അവരെ വഞ്ചനാപൂർവ്വം സ്വീകരിച്ചു. അവർക്ക് വലിയൊരു വിരുന്ന് നൽകി. തൻ്റെ ആൾക്കാരെ അവൻ അവിടെ ഒളിപ്പിച്ചു നിർത്തിയിരുന്നു. ശിമയോനും പുത്രന്മാരും കുടിച്ച് ഉന്മത്തരായപ്പോൾ ടോളമിയും അവൻ്റെ ആൾക്കാരും ആയുധങ്ങളുമായി എടുത്ത് വിരുന്നുശാലയിൽ വെച്ച് ശിമയോനെയും 2 പുത്രന്മാരെയും ഏതാനും സേവകരെയും വധിച്ചു. അങ്ങനെ അവൻ വൻ ചതി കാണിക്കുകയും നന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം കാണിച്ച ടോളമി രാജാവിനെഴുതി തൻ്റെ സഹായത്തിനായി സൈന്യങ്ങളെ അയക്കണമെന്നും നഗരങ്ങളും രാജ്യവും തനിക്ക് ഏൽപ്പിച്ചു തരണമെന്നും അവൻ അഭ്യർത്ഥിച്ചു. യോഹന്നാനെ നിഗ്രഹിക്കാൻ ഗസ്രയിലേക്ക് അവൻ ഒരു സേന വിഭാഗത്തെ അയച്ചു. സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും സ്വീകരിക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവൻ സേനാധിപന്മാർക്ക് കത്തുകൾ അയച്ചു. മറ്റൊരു വിഭാഗത്തെ ജെറുസലേമും ദേവാലയഗിരിയും അധീനമാക്കാൻ അയച്ചു. ഗസ്രയിലുള്ള യോഹന്നാന്റെ അടുത്തേക്ക് ആരോ ഓടിച്ചെന്ന് അവൻ്റെ പിതാവും സഹോദരന്മാരും കൊല്ലപ്പെട്ടുവെന്നും അവനെയും വധിക്കാൻ ടോളമി ആളെ അയച്ചിരുന്നു എന്നും അറിയിച്ചു. ഇത് കേട്ട് അവൻ സ്തംഭനായി. തന്നെ നശിപ്പിക്കാൻ വന്നവരെ അവൻ പിടികൂടി വധിച്ചു. തന്നെ വധിക്കാനാണ് അവർ വന്നിരിക്കുന്നുവെന്ന് അവന് അറിവ് കിട്ടിയിരുന്നല്ലോ. യോഹന്നാന്റെ മറ്റ് പ്രവർത്തനങ്ങളും അവൻ്റെ യുദ്ധങ്ങളും ധീരകൃത്യങ്ങളും മതിൽ നിർമ്മാണവുമെല്ലാം പിതാവിൻ്റെ മരണത്തിന് ശേഷം അവൻ പുരോഹിതനായ നാൾ മുതലുള്ള പ്രധാന പൗരോഹിത്യത്തിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.